അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ക്വിഡിനകത്ത് എല്ലാം കൂടെ ചേർത്ത് 5,18,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ്. 2024 മോഡലാണെങ്കിൽ സാറിന് ഇപ്പം വാറണ്ടി ടൈമിന് കഴിയുന്നതിന് മുമ്പ് എടുക്കുവാണെങ്കിൽ 7 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പല ആൾക്കാരും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പോയിട്ട് ആ ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ പോയി എടുക്കുന്നു, കുറേ അമളിയിൽ പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ പോയ ആൾക്കാർ വണ്ടി എടുക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കൊളാബറേഷൻ ഉണ്ടോ? ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സംഭവം പറയാൻ വേണ്ടിയിട്ടാണ്. 5,18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ടോപ്പ് എൻഡ് വണ്ടി കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. സോ വെൽക്കം ടു കൃഷ്മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റെനോയിലാണ്. റെനോയുടെ വണ്ടികളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിസ്സാര വിലയ്ക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അകത്ത് കാണാം, ക്വിഡ് അവൈലബിൾ ആണ്, കൈഗർ അവൈലബിൾ ആണ്, ട്രൈബർ അവൈലബിൾ ആണ്. നിങ്ങൾ കേരളത്തിൽ എവിടെ ഇരുന്നാണേലും വണ്ടി കാണുമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മലപ്പുറം ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങൾക്ക് വണ്ടി അവൈലബിൾ ആണെന്നാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. സോ ആദ്യമേ നമ്മളെ ക്വിഡിൻ്റെ കേസ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള 2 വണ്ടികൾ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബറാണ്. ട്രൈബർ എന്ന് പറയുന്നത് മാനുവലിലും അതുപോലെ തന്നെ AMTയിലും അവൈലബിൾ ആണ്. അതേസമയത്ത് നമ്മുടെ കൈഗർ ആണെന്നുണ്ടെങ്കിൽ മാനുവലിൽ അവൈലബിൾ ആണ്, CVTയിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ടർബോ CVTയിലും ടർബോ മാനുവലിലും അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഈ നമ്മുടെ കൈഗറിൻ്റെ ഗുണം. അപ്പോൾ ഇതെല്ലാം ഫേസ് 1 വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ വിലയാണ് നമുക്ക് ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ നമുക്കൊന്ന് അറിയണ്ടേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്വിഡിൻ്റെ തന്നെ ക്ലൈംബർ എന്ന് പറഞ്ഞ മോഡലാണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഈ വണ്ടിയുടെ പ്രൈസാണ് നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞത്, 5,18,000 രൂപ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇതിൻ്റെ മെയിൻ ആളെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം ടു കൃഷ്മച്ചാൻസ് വ്ളോഗ്. എൻ്റെ പേരെങ്ങനെയാണ്? സുബിന്നാണ്. ഓക്കെ. 5,49,000 രൂപയ്ക്ക് ഓൺ റോഡ് വിലയ്ക്കാണ് നമ്മുടെ ഈ ക്വിഡ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ ബേസ് വേരിയൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്, ക്ലൈംബർ ആണ്. ഇതിന് വരുന്നത് 5,18,000 മാത്രമേ ഓൺ റോഡ് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും 5,18 നമുക്ക് വരുന്നുള്ളൂ. കാരണം നമ്മുടെ ബേസ് വേരിയന്റ് 5,49 വരുമ്പോൾ ഇതിന് 5,18 മാത്രമേ വരുന്നുള്ളൂ. ഇത് എന്താണ് സംഭവം? ഇത് നമ്മുടെ വരുമ്പോഴത്തേക്കും 2024 മുതൽ ഡെമോ കാറുകളാണ്. ഡെമോ കാറുകൾ എന്ന് പറയുമ്പോഴത്തേക്കും രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികൾ തന്നെയാണ്. അത് നമുക്ക് സിംഗിൾ ഓണർ ആയിട്ട് തന്നെ നമുക്ക് ഡെമോ വണ്ടി ഈ 5,18 നമുക്ക് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഒരു പുതിയ ഫസ്റ്റ് കസ്റ്റമർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലേ? ഒരു പുത്തൻ ഒരാൾ എടുക്കുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് ലോണ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആക്കാൻ പറ്റും അല്ലേ? നമുക്ക് ഇപ്പം 5,18 ആണ് ഓൺ റോഡ് പ്രൈസ് ആണ് അല്ലേ? ഇത് മാനുവൽ ആണോ എന്ത് ഗിയർ ബോക്സ് ആണ്? ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും മാനുവൽ വാഷ് ആണ്. മാനുവൽ ആണ് വരുന്നത്. ടോപ്പിന്റെ നമുക്ക് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ക്വിഡിന്റെ ഉള്ളിലാണ്. 5,18,000 രൂപയ്ക്കാണ് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്നത്. എന്താണ് ഇതിന്റെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സും കാര്യങ്ങളും? അതായത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ബേസ് മോഡൽ വണ്ടിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ AC വരും, പവർ സ്റ്റിയറിംഗ് വരും, ഫ്രണ്ടിലത്തെ 2 ഡോർ പവർ വിൻഡോ മാത്രമേ വരത്തുള്ളൂ. ഇത് നമ്മൾ ഈ പറയുന്ന 5,18,000 രൂപയ്ക്കകത്ത് സാറിന് വരുമ്പോഴത്തേക്കും AC വരും, പവർ സ്റ്റിയറിംഗ് വരും, 4 ഡോറും പവർ വിൻഡോ ആയിരിക്കും, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി, ആപ്പിൾ കാർപ്ലേ സഹിതം വരുന്ന, റിവേഴ്സ് ക്യാമറ സഹിതം വരുന്ന വരും. സ്റ്റീറിംഗിൽ തന്നെ നമുക്ക് സ്റ്റീരിംഗ് മൗണ്ടർ കൺട്രോള് കാര്യങ്ങൾ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം സഹിതമാണ് നമ്മൾ ഈ പറയുന്ന 5,18 നമുക്ക് ഓൺ റോഡ് വരുന്നത്. എയർ ബാഗ് ഒക്കെ ആണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ക്വിഡിനകത്ത് എല്ലാം കൂടെ ചേർത്ത് 5,18,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് അടിപൊളി. ഓക്കെ, അപ്പം ഞാൻ നോക്കിയിട്ട് നമുക്ക് 5,49,000 രൂപയാണ് ഇപ്പോഴത്തെ ബേസ് വേരിയന്റിന്റെ പ്രൈസ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന വണ്ടി 5,18,000 രൂപ മാത്രമേ, അത്രയും ലക്ഷം മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം എത്ര കിലോമീറ്റർ ഒക്കെ ഈ വണ്ടി റൺ ആയി? അപ്രോക്സിമേറ്റ് നമുക്ക് ഓൾ കേരള ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 10,000 മുതൽ നമുക്ക് ഒരു 20,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയേക്കുന്ന വണ്ടികളായിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ അറിഞ്ഞു. കാരണം ചില ഇതുപോലെ ഷോറൂമിൽ ഏകദേശം 10,000 താഴെ, ഏകദേശം 5,000, 7,000, 8,000 വരെ കിലോമീറ്റർ ഉള്ള അല്ലെ വണ്ടികൾ. ഡിപ്പെൻസ് ആണ്. നമുക്ക് വരുമ്പോഴത്തേക്കും ഓരോന്നും നമുക്ക് ലൊക്കേഷൻ ബേസ് ചെയ്ത് നമുക്ക് ആദ്യം വരുന്നവർക്ക് ലോ കിലോമീറ്റർ ഉള്ള വണ്ടികൾ തന്നെ ഈ സെയിം പ്രൈസിന് നമുക്ക്
നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾ ഈ കേരളത്തിൽ എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇത്രയും വില കുറച്ച് വണ്ടി കിട്ടുന്ന കാര്യം സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ വണ്ടി സ്വന്തമാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ചേട്ടാ, നമുക്ക് വിലയാണ് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ഏതൊക്കെ വണ്ടികളാണ് നിങ്ങൾ സെയിലിന് വെച്ചിരിക്കുന്നത്, ഏതൊക്കെ ഇയറിലാണ്, എത്രയൊക്കെ ഡിസ്കൗണ്ട് ആണ് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമുക്ക് ഉള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ക്യുഡ് നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് വരുന്നുണ്ട്. ട്രൈബറും നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക്കും നമുക്ക് വരുന്നുണ്ട്. കൈഗറിന്റെ മാനുവൽ വേർഷനും ടെർബോ എഞ്ചിനും AMD വണ്ടിയും CVT വണ്ടിയും നമുക്ക് വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ പ്രൈസ് റേഞ്ച് ഇതിലാണ് വരുന്നത്. നമുക്കൊരു 1.5 ലക്ഷം മുതൽ അപ്രോക്സിമേറ്റ് 2,55,000 രൂപ വരെയുള്ള പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കൃത്യമായിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇരിക്കുന്ന വണ്ടി അതുപോലെ ക്യുഡ് വണ്ടിക്ക് മാക്സിമം നിങ്ങൾ എത്ര ഡിസ്കൗണ്ട് കൊടുക്കും? ഇതിപ്പോ നമ്മൾ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2023 വണ്ടിയാണ് ഈ ഇരിക്കുന്ന വണ്ടി. ക്യുഡ് മാനുവൽ വേർഷൻ ആണ്, ക്ലൈംബർ വേർഷൻ. ഇതിന് നമുക്ക് വരുമ്പോഴത്തേക്കും 1,77,000 രൂപ വരെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കും. അതെ, ആ സമയത്ത് 2024 ആണെങ്കിൽ 1,27,000 രൂപ വരെ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പം ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള പ്രൈസ് ആണ് 5,18,000 രൂപ. ഓക്കെ. അപ്പം 2023 ഉണ്ട്, 24 ഉണ്ട്. നമ്മൾ ഈ പറയുന്ന 5,18,000 എന്ന് പറയുന്നത് 2024 മോഡലിന്റെ വണ്ടിയുടെയാണ്. 23 വരുമ്പോഴത്തേക്കും ഒരു 50,000 രൂപ കൂടെ കുറവായിരിക്കും നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കൈഗറിന്റെ പ്രൈസ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൈഗറിലാണ്. അപ്പൊ കൈഗർ ഏത് വർഷത്തെ എത്ര ഡിസ്കൗണ്ട് ഉണ്ട്, എത്രയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ എങ്ങനെയാണ് ചേട്ടാ ഇതിന്റെ ഒരു കാര്യങ്ങള്? കൈഗറിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കൈഗറിന്റെ ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. ഇതിൽ നമുക്ക് വരുമ്പോഴത്തേക്കും 1,55,000 രൂപ വരെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം. 2024 മോഡൽ 2023-24 വണ്ടികൾക്ക് കൃത്യമായി എത്ര രൂപ ഓൺ റോഡ് പ്രൈസ് ആവും ഒന്ന് പറയാമോ? നമുക്ക് വരുമ്പോഴത്തേക്കും 2023 വണ്ടികൾക്ക് 2,55,000 രൂപ വരെ മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കൈഗർ CVT മോഡലുള്ള വണ്ടികൾക്ക്. അതായത് ഇപ്പൊ നമുക്ക് വരുമ്പോഴത്തേക്കും GSTയുടെ പ്രൈസിനൊക്കെ ശേഷം നമുക്കിപ്പോ വരുന്ന പുതിയ വണ്ടിക്ക് 12,80,000 രൂപ വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് വരുമ്പോഴത്തേക്കും 10 ലക്ഷം രൂപ താഴെയുള്ള പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഒന്ന് പറയാമോ? ഞാൻ തീർച്ചയായിട്ടും ഞാൻ 2023 വണ്ടിയാണെങ്കിൽ നമുക്ക് വരുമ്പോഴത്തേക്കും മാനുവൽ വേർഷൻ 7,60,000 രൂപയ്ക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടി. അതിൻ്റെ അകത്ത് ഈ ഫുൾ ഓപ്ഷൻ വണ്ടിക്കകത്ത് നമുക്ക് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് AC, പവർ സ്റ്റിയറിംഗ് എന്നാലും കോമൺ ആയിട്ട് പറയുന്നത്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട്, ലെതർ ഫിനിഷിംഗ് സീറ്റ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് നമുക്ക് വരുന്നത്. വെളിയിലേക്ക് നമുക്ക് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്, LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് DR ഡേ ടൈം ലൈറ്റ് വരുന്നുണ്ട്. ഈ ഫെസിലിറ്റി എല്ലാം സഹിതമാണ് നമ്മൾ ഈ പറയുന്ന വണ്ടി. ഈവൻ കീ ഫോബ് വരെ, നല്ല അട്രാക്റ്റീവ് കീ ഫോബ് വരെ നമുക്കുണ്ട്. അതെ, തീർച്ചയായിട്ടും കൊള്ളാം. അപ്പം ഇതാണപ്പോ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2023 വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഒന്ന് പറയാമോ? 2023 വണ്ടിയുടെ കൈഗറിന്റെ നമുക്ക് മാനുവൽ വേർഷൻ ആണെങ്കിൽ 7,60,000 രൂപയ്ക്കകത്ത് നമുക്ക് ഓൺ റോഡ് ആക്കി തരാം. 2024 2024 ആണെങ്കിൽ ഇത് നമുക്ക് സെയിം വണ്ടി തന്നെ വരുമ്പോഴത്തേക്കും 7,84,000 നമുക്ക് ഓൺ റോഡ് ആക്കി തരാൻ പറ്റും. ഓക്കെ. അപ്പൊ അത്രയും പ്രൈസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ശരിയാണ്, ഇത്രയും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കളർ തരാൻ പറ്റുമോ? നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് കളർ ഓപ്ഷൻസേ ഉള്ളൂ. അതും ഡിപ്പെൻഡ് ഓൺ ഷോറൂമിലെ അങ്ങനത്തെ ഫെസിലിറ്റി വെച്ചിട്ടാണ്. ഓക്കെ. അവരുടെ ഡെമോ കാർസിൽ എന്തൊക്കെ കളറാണോ അവൈലബിൾ അത് മാത്രമേ കിട്ടൂ അല്ലേ? അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഈ വണ്ടി എടുക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്, കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. പക്ഷേ എനിക്ക് വാറണ്ടിയെ കുറിച്ചാണ് ഒരു ഇത്. വാറണ്ടി എങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക? 2023 ആണെങ്കിൽ എങ്ങനെ, 24 ആണെങ്കിൽ എങ്ങനെ ഒന്ന് പറയാമോ? നമുക്ക് വരുമ്പോഴത്തേക്കും 2024 മോഡലാണെങ്കിൽ സാറിന് വരുമ്പോഴത്തേക്കും നോർമൽ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊല്ലം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. ആ സമയത്ത് അതായിരുന്നു കിലോമീറ്റർ. ഇപ്പൊ അത് 3 ഇയർ 1,00,000 കിലോമീറ്റർ. അത് ഡിപ്പെൻഡ് ആണെങ്കിൽ ഇപ്പൊ 2024 മോഡലാണെങ്കിൽ സാറിന് ഇപ്പം വാറണ്ടി ടൈമിന് കഴിയുന്നതിന് മുമ്പ് എടുക്കുവാണെങ്കിൽ 7 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ആ സമയത്ത് 2023
വണ്ടിയാണെങ്കിൽ ചില വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി കഴിഞ്ഞു പോയുണ്ടാവും, എന്നാൽ പോലും നമ്മൾ വാറണ്ടി ഇട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് വാറണ്ടി ടിവിഎസിന്റെ ഓക്കെ. എത്ര വർഷം? നമുക്ക് 1 ഇയർ വരെ ടിവിഎസിന്റെ വാറണ്ടി നമ്മൾ കൊടുക്കും. അത്രയും 1 ഇയർ വാറണ്ടി കിട്ടും. അപ്പൊ ആ ടെൻഷൻ ഇല്ല, പീസ് ഓഫ് മൈൻഡ് ആയിട്ട് വന്ന് വണ്ടി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ വാറണ്ടിയുടെ കാര്യം മാത്രം നമുക്കൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൈഗറിന്റെ കാര്യത്തിൽ നമ്മൾ ആ കാര്യത്തിൽ ഒരു തൃപ്തിയായി. ഇനി നമുക്ക് അടുത്തത് ട്രൈബർ നോക്കാം അല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ട്രൈബറിലാണ്. അപ്പോൾ ട്രൈബറിന്റെ എന്തൊക്കെയാണെന്ന് അറിയണം. കാരണം ഇത് ഡെമോ വണ്ടിയാണ്, ഫുൾ ഓപ്ഷനാണ്. എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇതിന് എത്ര രൂപ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് 2023 വണ്ടിയാണ്. 7,19,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കി കൊടുക്കാൻ പറ്റും. അതായത് 1,84,000 രൂപ ഡിസ്കൗണ്ടിൽ. 2024 മോഡലാണെങ്കിൽ നമുക്ക് വരുമ്പോഴത്തേക്കും 7,69,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കി കൊടുക്കാം. 1,34,000 രൂപ ഡിസ്കൗണ്ടിൽ. അതും ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്ക് വരുമ്പോഴത്തേക്കും AC വരും, പവർ സ്റ്റിയറിംഗ് വരും, 4 ഡോറും പവർ വിൻഡോ, 4 എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. സെയിം തന്നെ കൈകറി കണ്ട പോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. സ്മാർട്ട് ആക്സസ് കാർഡാണ് നമുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ DRL, ഡേ ടൈം ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട്. സ്റ്റീരിംഗും തന്നെ സ്റ്റീരിയോയുടെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്, നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റർ മിറർ, ഈ ഫീച്ചേഴ്സ് എല്ലാം സഹിതം നമുക്ക് ഓൺ റോഡ് ഇറക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, കാരണം ചേട്ടനാണെങ്കിൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് തീരുന്നില്ല. അതുപോലെ ഫീച്ചേഴ്സ് ലോഡാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു രണ്ടിൻ്റെ പ്രൈസ് എനിക്ക് മനസ്സിലായി. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യുഡിനാണേലും കൈഗറിനാണേലും ട്രൈബറിനാണേലും വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നത് സെയിം ആയിരിക്കും. 1 ഇയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വാറണ്ടി കഴിയുന്ന വണ്ടികൾക്കാണ് 1 ഇയർ കൊടുക്കുന്നത്. അതുകൂടെ നമുക്കിപ്പം വാറണ്ടി ടൈമിന് മുമ്പ് തന്നെ സാധനമൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 7 വർഷം വരെ നമുക്ക് വാറണ്ടി, വാറണ്ടിയോട് കൂടി തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ വാറണ്ടി തീർന്നില്ല എന്നുണ്ടെങ്കിൽ 2 വർഷം അല്ല 80,000 കിലോമീറ്റർ വരെ വാറണ്ടി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കുക. ആ വിളിച്ചിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കുക. കാരണം കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും അവിടുന്ന് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക, അതിൻ്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് എത്ര വേഗം ബുക്ക് ചെയ്യുക. കാരണം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുക്കിങ്ങിൻ്റെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ. അപ്പം ഇത്രയും ഫീച്ചറുള്ള വണ്ടി അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാളും ലാഭകരമായി നമുക്ക് വണ്ടി എടുക്കാൻ അല്ലേ ഈ വില ടൈമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇയർ ബാക്ക് നോക്കി എഴുതുന്ന കുറെ കസ്റ്റമേഴ്സ് കാണാം, അവർക്കാണെങ്കിൽ പോലും നല്ലൊരു ചോയ്സ് ആണ് ഈ ഡെമോ കാറുകൾ എന്ന് പറയുന്നത്. ഓക്കെ. മാത്രമല്ല ഞാനൊരു കണ്ടൊരു സംഭവം, പല ആൾക്കാരും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പോയിട്ട് ആ ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ പോയി എടുക്കുന്നു, കുറെ അമളിയിൽ പെടുന്നുണ്ട്. കാരണം എഞ്ചിൻ പ്രശ്നം, മറ്റേ പ്രശ്നമൊക്കെ ആയിട്ട്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർവീസ് കോസ്റ്റ് കണ്ടമാനമാകുന്നു എന്നുള്ളതാണ്. കാരണം അവർ എന്തൊക്കെയാണ് പോയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ പോയ ആൾക്കാർ വണ്ടി എടുക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. കാരണം ഒത്തിരി പേര് എന്നെ വിളിച്ച് ചേട്ടാ എന്തായാലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അല്ലേ, നമുക്ക് ഇതാകുമ്പോൾ ഫ്രഷ് വണ്ടി കിട്ടുകയാണ് അല്ലേ. ഏകദേശം എല്ലാം അല്ലേ ഒരു 5,000, 8,000, 20,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ള വണ്ടി എടുക്കാം. നോക്കി എന്ത് അല്ലേ, എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. എനിക്ക് ലോൺ വേണം, ഫ്രഷ് വണ്ടി കിട്ടുന്ന പോലെ തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്ത് ലോൺ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്ത് തരാൻ പറ്റും. ആണോ? നിങ്ങൾക്ക് കൊളാബറേഷൻ ഉണ്ടോ? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 35ഓളം ബാങ്കുകളുണ്ട്. ഈ 35ഓളം ബാങ്കുകളായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ഏത് വേണം കസ്റ്റമറിന്റെ പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് അതിന്റെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ എടുക്കുന്ന പോലെ ആയിരിക്കരുത്, നമുക്ക് ഫ്രഷ് വണ്ടി എടുക്കുന്ന പോലെ കിട്ടും. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി എങ്ങനെ എടുക്കുന്നു അതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് ഡെമോ വണ്ടി ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ വണ്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കണം ഫസ്റ്റ് ഓണർ. അതെ, നടക്കും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ എൻക്വയറി ചെയ്തോളൂ. അപ്പം എത്ര വേഗം സമയം കളയണ്ട. അപ്പോൾ താങ്ക്സ് ചേട്ടാ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് കേട്ടോ. എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാൻ.